ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഉദ്ധിതനായ ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗം നാം ധ്യാനിക്കുമ്പോൾ അനശ്വരമായ അപ്പത്തിനു വേണ്ടി വിശ്വാസത്തിൻ്റെ ബോധ്യത്തോടെ അന്വേഷിക്കുവാൻ നമുക്ക് പഠിക്കാം. യോഹന്നാൻ സുവിശേഷകൻ്റെ പ്രബോധനങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഈശോ ജീവൻ്റെ അപ്പം എന്ന പ്രബോധനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നാം ഈ സുവിശേഷ ഭാഗത്തെ ധ്യാനിക്കുന്നത്. അപ്പം വർദ്ധിപ്പിച്ച ഗുരുവിനെ അന്വേഷിച്ച ഒരു ജനതതി തൊട്ടടുത്ത ദിവസവും അവനെ അടുത്തനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും അതിൻ്റെ ദൗർലഭ്യതയെയും ജനങ്ങൾക്ക് അതിനോടുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തെയും യോഹന്നാൻ സുവിശേഷകൻ ഈ സുവിശേഷ ഭാഗത്തിലൂടെ എടുത്തു കാട്ടും. അത്തരത്തിലുള്ള ഒരു വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ ഒരേ സമയം നശ്വരവും അനശ്വരവുമായ അപ്പത്തിൻ്റെ ഉറവിടമായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നു. ഒരേ സമയം കുഞ്ഞാടും ബലിയർപ്പകനുമായ ക്രിസ്തുവിനെ നമുക്ക് ഓർത്തെടുക്കാം. തങ്ങളുടെ ബാഹ്യമായ തൃപ്തിക്കും വിശപ്പിനുമപ്പുറം ആന്തരികമായൊരു തൃപ്തിയും ആത്മാവിൽ ദാരിദ്ര്യവും ഉണ്ടെന്ന് ഈശോ അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ബാഹ്യമായ ആവശ്യങ്ങൾക്കുപരി ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ തൃപ്തി കൂടിയാണ് ക്രിസ്തു എന്ന ജീവൻ്റെ അപ്പം എന്ന ബോധ്യത്തിലേക്കാണ് ഈ സന്ദേശം നമ്മെ നയിക്കുന്നത്. ഞാനാണ് ജീവൻ്റെ അപ്പം. ഈശോ എന്ന ഈ അടയാളത്തെ തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ് ഈശോ ആ ജനക്കൂട്ടത്തെ ക്രിയാത്മകമായി വിമർശിച്ചത്. ബാഹ്യമായ തൃപ്തിയുടെ അടയാളങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ നിത്യജീവൻ്റെ അപ്പമാകുന്ന ക്രിസ്തു എന്ന യഥാർത്ഥ അടയാളത്തിലേക്ക്, ആ ബോധ്യത്തിലേക്ക് വിശ്വാസത്തിൻ്റെ പിൻബലത്തോടെ വളരാൻ കൂടി നമ്മെ ഈ വചനഭാഗം സഹായിക്കുന്നുണ്ട്. പിതാക്കന്മാർ ഭക്ഷിച്ച് തൃപ്തി വരാത്ത മന്നയേക്കാൾ ജീവൻ്റെ മന്നയായ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്തോറും ക്രിസ്തുവായി മാറുന്ന ആത്മസംതൃപ്തിയിലേക്ക് കൂടി ഈ സന്ദേശം വിരൽ ചൂണ്ടുന്നുണ്ട്. മനുഷ്യൻ്റെ ബാഹ്യമായ ആഗ്രഹങ്ങൾക്കപ്പുറം ആത്മസംതൃപ്തിയുടെ ക്രിസ്തുബോധത്തിലേക്ക് കൂടി നയിക്കുന്നതാണ് ഈ വചനഭാഗം. പാശ്ചാത്യ തത്വശാസ്ത്രത്തിൽ ഇപ്രകാരം ഒരു ചിന്ത പങ്കുവയ്ക്കുന്നുണ്ട്: വി ബിക്കം വാട്ട് വി ഈറ്റ്. നാം എന്ത് ഭക്ഷിക്കുന്നുവോ അതായി നാം മാറുന്നു. അങ്ങനെയെങ്കിൽ നാം ഭക്ഷിക്കുന്ന നശ്വരമായ അപ്പങ്ങൾക്കിപ്പുറം അനശ്വരമായ പരിശുദ്ധ കുർബാനയായി ഞാനും നിങ്ങളും മാറുന്നുണ്ടോ? ഇത് ക്രിസ്തുവിൻ്റെ ആഹ്വാനമാണ്. നാം ബലിയിൽ ഭക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ക്രിസ്തുവിൻ്റെ മനോഭാവം പേറാൻ എനിക്ക് നിങ്ങൾക്കും ഉൾക്കരുത്ത് നൽകുന്നതാവണം. നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലേക്ക് കുറച്ചുകൂടി ക്രിസ്തുബോധത്തിൻ്റെ ആത്മസംതൃപ്തിയോടെ നടന്നെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.